ധന്യനായ പൗലോസ്ലീഹയുടെ ജീവിതത്തിൻ്റെ സന്ധിയോടടുത്ത പ്രത്യേക സന്ദർഭങ്ങളിൽ താൻ രേഖപ്പെടുത്തിയിട്ടുള്ള തിമത്തിയോസിൻ്റെ ലേഖനങ്ങൾ ഏറെ പ്രസക്തമാണ്. ആ ദൈവഭൃത്യൻ തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഒരു വിശുദ്ധ പ്രവാചകൻ സഭയിൽ എഴുന്നേറ്റ് തിമത്തിയോസിൻ്റെ ശുശ്രൂഷയുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു ദൈവാലോചന പങ്കുവെച്ചത് തൻ്റെ സ്മരണയിൽ ഓടിയെത്തുകയാണ്. ആ ദൈവാലോചന, ആ ദൈവിക വാഗ്ദത്തം തൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ താൻ എന്ത് ചെയ്യണം, ആവശ്യമായി താൻ എന്ത് ചെയ്യണം എന്നാണ് അവിടെ ഓർപ്പിച്ചിട്ടുള്ളത്. നിന്റെ വാഗ്ദത്തം വെറുതെ നിറവേറുകയില്ല. നിന്റെ വാഗ്ദത്തം ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ നിനക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുകയുള്ളൂ. നിന്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടണമെങ്കിൽ ആ വാഗ്ദത്തത്തിന്മേൽ ഒരു യുദ്ധസേവയുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഈ ആലോചനയ്ക്ക് മുൻപിലിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ വാഗ്ദത്തത്തിൻ്റെ പുറകിൽ ഒരു യുദ്ധസേവയുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ ധന്യതയാണ്. വാഗ്ദത്ത ദേശത്തിൻ്റെ വക്കിലൂടെ ഒഴുകുന്ന യോർദാൻ നദിയും ദൈവത്തിന് സ്തോത്രം അനുബന്ധ ഭൂവിഭാഗങ്ങളുമൊക്കെ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണെങ്കിലും ദൈവത്തിന് സ്തോത്രം കനത്ത ഒരു പോരാട്ടത്തിലൂടെ മാത്രമാണ് അവിടം വിട്ടുകൊടുക്കുവാൻ ഇരുട്ടിൻ്റെ ശക്തികൾ തയ്യാറായതെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും വാഗ്ദത്തങ്ങൾ ദൈവദത്തമാണെങ്കിലും ആ വാഗ്ദത്തം കൈകളിൽ എത്തിച്ചേരുവാൻ ഒരു കനത്ത യുദ്ധം നമുക്ക് ആവശ്യമുണ്ട്. ആ ആത്മീയ പോരാട്ടം എന്നുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വാഗ്ദത്തം മുൻപിലുണ്ടെങ്കിലും അത് കൈകളിൽ എത്തണമെങ്കിൽ ഒരു പോരാട്ടം അനിവാര്യമാണ്. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ ഭരിക്കേണ്ടതായിട്ടുണ്ട്. വാഗ്ദത്തത്തിന് മുൻപിൽ ഒരു പോരാട്ടമുണ്ട്. സ്തോത്രം. ഒരു ദൈവപൈതൽ ദൈവിക വാഗ്ദത്തം ഏറ്റുവാങ്ങുന്നതിന് തൊട്ടു മുൻപ് ചെറുതോ വലുതോ ആയ പ്രതിസന്ധികളിലൂടെ അവൻ കടന്നു പോകേണ്ടി വരും. നീ പ്രാപിക്കാൻ തുടങ്ങുന്ന വാഗ്ദത്തത്തിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും നിന്റെ പോരാട്ടത്തിന്റെ ഭയങ്കരത്വവും. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ അത് ജാഗ്രതയോടെ കരുതുക. ഈ ആത്മീയ പോരാട്ടം എന്ന സബ്ജക്റ്റിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചിന്തയാണ്. വാഗ്ദത്തം നമ്മുടെ കരങ്ങളിൽ എത്തണമെങ്കിൽ ഒരു പോരാട്ടം അനിവാര്യമാണ് എന്ന ചിന്ത. ഇനിയും ഈ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് ഗ്രഹിക്കുമ്പോൾ ഏറെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പോരാട്ടത്തിൽ നമ്മുടെ യുദ്ധം എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ഞാനതൊന്ന് ഓർപ്പിക്കുകയിടയായി. നിങ്ങളുടെ മനസ്സിലേക്ക് അതൊന്ന് ആഴത്തിൽ കടന്നു പോകേണ്ട ഒരു പഠന മനോഭാവത്തോടെ ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടു കൂടെ വേണം ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഇരിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ആത്മീയ പോരാട്ടത്തോട് ബന്ധപ്പെട്ട് നാം ഗ്രഹിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. 1, പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഗ്രഹിക്കണം. ഒന്നാമത്തെ ചിന്ത അതാണ്. 2, ഈ സാത്താന്യ യുദ്ധത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ഗ്രഹിക്കണം. സാത്താന്യ യുദ്ധത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ഗ്രഹിക്കണം. 3, ദൈവത്തിന് സ്തോത്രം, ദൂതന്മാരുടെ യുദ്ധം എന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിന്ന് പകൽ നമ്മളൊന്ന് കടന്നു വരും. ദൂതന്മാരുടെ യുദ്ധം, ഏത് മേഖലയിലാണ് ദൂതന്മാരുടെ യുദ്ധം സംഭവിക്കുന്നതെന്ന് ഗ്രഹിക്കണം. യുദ്ധമേഖലയും ആയുധങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഗ്രഹിക്കണം. ഈ 5 കൂട്ടം കാര്യങ്ങൾ ആദ്യമായി പ്രാഥമികമായി നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങണം. 1, പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 രാജ്യങ്ങൾ ഇവിടെയുണ്ട്. കരങ്ങളത് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ദൈവത്തിന് സ്തോത്രം. തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഇരിക്കണം. ഇന്ന് പകൽ നിങ്ങൾ നാം പങ്കുവെക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഒന്ന് പതിയണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഈ വചനം ഒന്ന് ഉൾക്കൊള്ളത്തക്ക നിങ്ങളെ തന്നെ ഒരുക്കുന്ന പകലായി പകൽ തീരട്ടെ. അത്രമാത്രം പോരാട്ടമുള്ള ഒരു വിഷയത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഈ ധ്യാനനിരതരായിരിക്കുന്നത്. ആയതുകൊണ്ട് തികച്ചും ദൈവമക്കൾ അതിൻ്റെ ജാഗ്രത പുലർത്തുക. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 2 രാജ്യങ്ങൾ
ഇവിടെയുണ്ട്. അത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ലെങ്കിലും, നമ്മുടെ മാംസക്കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ജഡചക്ഷുസ്സുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ ലോകം യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരല്ല നമ്മൾ. മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. സ്തോത്രം. നമ്മുടെ വീട്ടിലെ ടിവിയുടെ റിമോട്ട് കൺട്രോളിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റൈസുകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ വവ്വാൽ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അത് പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടിയിട്ട് തടസ്സം മാറി യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ 20 dB കുറവുള്ളതായതുകൊണ്ട് അത് കേൾക്കുവാൻ നമ്മുടെ ചെവിക്ക് കേൾവിശക്തിയില്ല. അപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് കേൾക്കാൻ കഴിയാത്ത, നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ലോകം ഇതിന്റെ പുറകിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മലോകത്തിൽ ഇവിടെ പറന്നിറങ്ങിയിട്ടുള്ള ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല. ആയതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ആത്മലോകം ഒരു യാഥാർത്ഥ്യമാണ്. ആത്മലോകം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത പ്രതലത്തിൽ നിന്നുകൊണ്ട് ഈ മേഖലയെ അടക്കി ഭരിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഇതിന്റെ പുറകിൽ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, ഒരു വലിയ യുദ്ധത്തിലാണ് പ്രാർത്ഥിക്കുന്ന നീയും ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ ഒരു വിധത്തിലും മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ അദൃശ്യ മേഖലയെ അടക്കി ഭരിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്ന ആത്മലോകം ഇതിന്റെ പുറകിൽ യാഥാർത്ഥ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഒന്നുകിൽ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മൃഗശരീരത്തിൽ പാർത്തുകൊണ്ട് പുറം ലോകത്തെ ആസ്വദിപ്പാൻ കൊതിക്കുന്ന ജഡരഹിതരായ ഭൂതാത്മാക്കൾ ഈ നാട്ടിൽ പാർക്കുന്നു എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. വളരെ ശ്രദ്ധിക്കണേ. ഒന്നുകിൽ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മൃഗശരീരത്തിൽ പാർത്തുകൊണ്ട്, സ്തോത്രം, പുറം ലോകത്തെ ആസ്വദിപ്പാൻ കൊതിക്കുന്ന ജഡരഹിതരായ ആത്മാക്കൾ ഈ നാട്ടിൽ പാർക്കുന്നുണ്ട് എന്ന് യേശു പഠിപ്പിച്ചു. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ അത് വ്യക്തമാണ്. ഒന്നുകിൽ മനുഷ്യ ശരീരത്തിൽ പാർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മൃഗശരീരത്തിൽ പാർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, അദൃശ്യമാണ് ഇവറ്റകളെങ്കിലും അവയ്ക്ക് വർണ്ണനാതീതമായ ഐക്യതയുണ്ട്. അവരോഹണ ക്രമത്തിൽ അധികാരം പങ്കുവെച്ച് സുസജ്ജമായ ഒരു നേതാവിന്റെ കീഴിൽ പ്രാഥമികമായി തന്നെ തികച്ചും ഐക്യതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ഭൂതലോകം ഇതിന്റെ പുറകിൽ വർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രവാചകന്മാരുടെ കണ്ടുപിടുത്തമല്ല, അത് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗദരദേശത്തെ ഭൂതബാധിതനോട് ഇടപെടുന്ന പ്രത്യേക സമയം, സ്തോത്രം, ഇരമ്പി ഉയരുന്ന തിരമാലകളുടെ കൈക്കുമ്പിളിൽ ആടി ഉലയുന്ന ആ പടകിൽ എഴുന്നേറ്റു നിന്നുകൊണ്ട് കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന എന്റെ യേശുവിന്റെ അധരപുടത്തിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ട രംഗം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അവൻ ചെന്നിറങ്ങിയ സമയം അവനെ സ്വീകരിപ്പാൻ ഓടിയെടുക്കുന്നത് ആരാണെന്നറിയാമോ? അതെ, 6000 ദുർഭൂതങ്ങൾ കുടികൊണ്ടിരിക്കുന്ന ഒരു ഭൂതബാധിതനാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭൂതബാധിതൻ അലറിയടുക്കുന്ന സമയം, ദാവീദ് പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഭൂതാത്മബാധിതനായി രംഗമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവന് പുറപ്പെട്ടു പോകേണ്ടതിന് യേശു അവനോട് കൽപ്പിച്ചിരുന്നു. ഞാൻ ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം, എപ്പോഴാണ് ഈ കൽപ്പന പുറപ്പെട്ടതെന്ന് ആ ഭാഗത്തൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ കർത്താവിന്റെ കൽപ്പന നേരത്തെ മുഴങ്ങിയിരുന്നു, പുറപ്പെട്ടു പോകണമെന്ന്. കാര്യം മറ്റൊന്നല്ല, ഒരു വിടുതൽ നടക്കാൻ തുടങ്ങുന്നു എന്ന് ആത്മലോകത്തിൽ പാതാള ശക്തികൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതോടുകൂടെ യേശുവിന്റെ യാത്രയെ തടയാൻ ആ കടൽ ആകെ ഇരമ്പി മറിയുകയാണ്.
മറിയുകയാണ്. സമുദ്രം അഥവാ ജലാശയം ഇരമ്പി മറിയുകയാണ്. അങ്ങനെ ഇരമ്പി മറിയുന്ന അതേ പ്രതികൂലത്തെ കണ്ടുകൊണ്ട് യേശുവിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെട്ട പ്രകൃതിയെ ശാസിച്ച കൽപ്പന പുറത്തു വന്ന സമയം, സ്തോത്രം, തിരമാലകളെ ഭേദിച്ചുകൊണ്ട് ചുണ്ണാമ്പ് കല്ലുകൾ നിറഞ്ഞ ആ മണ്ണിലെ താൽക്കാലികമായി ദൈവത്തിന് സ്തോത്രം അനേകരെ അടക്കാൻ ഉപയോഗിച്ചിട്ടുള്ള നിരവധി കല്ലറകളിൽ ഒന്നിൽ പാർത്തുകൊണ്ട് ഒരു യൗവനക്കാരൻ കഴിയുകയാണ്. സാധാരണ വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ബാധിച്ചിട്ടുള്ള ഒരാളാണ് കല്ലറയിലേക്ക് എടുത്തു വയ്ക്കപ്പെടുന്നത്. ബലഹീനതയായി, പ്രായത്തിന്റെ ബലഹീനതയിൽ ആൾ മരിച്ചു ബോഡി കല്ലറയിലേക്ക് പോകുകയാണ്. എന്നാൽ കല്ലറയിലേക്ക് പോകേണ്ട സമയത്തിന് മുൻപേ ഈ ചെറുപ്പക്കാരനെ ഇതാ സാത്താന്യ ശക്തികൾ കല്ലറയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ വിളിച്ചു പറയട്ടെ, നിന്നെ കൊണ്ട് നിവർത്തിക്കേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാൻ അനുവദിക്കാതെ സമയമാകുന്നതിന് മുൻപേ കല്ലറയിൽ എത്തിക്കത്തക്ക വിധത്തിൽ പോരാടി നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇതിന്റെ പുറകിൽ വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇരിക്കുന്നത് യോഗസ്ഥലത്താണെങ്കിലും ആത്മാവിൽ നിങ്ങൾ കാണണം. നിങ്ങളുടെ കണ്ണടയുന്നതിന് മുൻപ് സ്വാഭാവികമായി നിങ്ങളിൽ നിവർത്തിച്ച് കാണേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾ അത് നിവർത്തിക്കാതിരിക്കത്തക്ക വിധം, നേരത്തെ നിങ്ങൾ എത്തരുതാത്ത ഇടത്ത് എത്തത്തക്ക വിധം നിങ്ങളുടെ മേൽ വാദിക്കുന്ന അദൃശ്യ ശക്തികൾ ഉണ്ടാകാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളൊന്ന് ആത്മാവിൽ കണ്ടേ, എന്റെ യേശു അതിനെ ശാസിച്ചു. ആ ശാസന ഏറ്റുവാങ്ങി കഴിഞ്ഞപ്പോൾ ആ ഭൂതാത്മാക്കൾ അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, സ്തോത്രം. 6000 ദുർഭൂതങ്ങൾ ഒരുപോലെ ഒരാളിൽ കുടികൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. 6000 ദുർഭൂതങ്ങൾ ആത്മലോകം ഗ്രഹിക്കാൻ കണഞ്ഞാങ്കുടുക്ക പോലെയുള്ള നമ്മുടെ തലച്ചോറിന് കഴിയുകയില്ല. ആഹാബിനെ പടയിൽ കൊല്ലേണ്ടതിന് ആരവനെ വശീകരിക്കും എന്നൊരു ചോദ്യം ഒരിക്കൽ കർത്തൃസന്നിധിയിൽ ഉയർന്നപ്പോൾ ഒരു ദുരാത്മാവ് പുറപ്പെട്ടു വന്ന് 400 യഹോവയുടെ പ്രവാചകന്മാരുടെ നാവിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന ഒരു ദർശനം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദുരാത്മാവിന് ഒരേ സമയം 400 പേരുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ തന്നെ 6000 ദുർഭൂതങ്ങൾക്ക് ഒരേ സമയം ഒരാളിൽ കുടികൊള്ളാൻ കഴിയും. അപ്പോൾ ആത്മലോകത്തിന്റെ പ്രവർത്തനം ഗ്രഹിക്കാൻ നമ്മുടെ തലച്ചോറിന് സാധ്യമല്ല. അത്ര വിപുലമാണ് ആത്മലോകത്തിന്റെ പ്രവർത്തനം. സ്തോത്രം. ഇവിടെ ആ ഭൂതാത്മബാധിതൻ പറയുന്ന വാക്കുകളാണ് കുറിക്കൊള്ളേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഭൂതാത്മബാധിതൻ പറയുകയാണ്, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. ഇപ്പോൾ പാർക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ്. മനുഷ്യ ശരീരത്തിൽ പാർക്കുന്ന എനിക്ക് പുറത്തു പോകേണ്ടി വന്നാൽ ആ പന്നിക്കൂട്ടത്തിൽ മൃഗശരീരത്തിൽ, ഒന്നുകിൽ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മൃഗശരീരത്തിൽ പാർത്തുകൊണ്ട് എനിക്ക് പുറം ലോകത്തെ ആസ്വദിക്കാൻ കൊതിക്കുകയാണ് ആ ഭൂതാത്മാക്കൾ. 6000 ദുർഭൂതങ്ങൾ സുസംഘടിതരാണ്. തമ്മിൽ ഭിന്നിച്ച് പിരിയുന്ന ഒരു ഏർപ്പാട് അവരുടെ ഇടയിലില്ല. അവർക്കൊരു പ്രധാന ലീഡർ ഉണ്ട്. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. സംസാരിക്കുന്നത് ലീഡറാണ്. നീ പന്നിക്കൂട്ടത്തിൽ കയറിക്കോ, ഞാൻ കോഴിക്കൂട്ടത്തിൽ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഭിന്നിച്ചു പിരിയാതെ കടുന്തൂക്കോടെ കടലിൽ ചാടി മരിക്കേണ്ടി വന്നാലും നേതാവ് പറയുന്നതിന് മുൻപിൽ അണുവിട തെറ്റാതെ നിൽക്കുന്ന ഒരു അണിസംഘമാണ് ഈ 6000 ദുർഭൂതങ്ങൾക്കകത്ത് ജഡരഹിതരായി കുടിയിരിക്കുന്ന ഭൂതാത്മാക്കൾ. ഇത് തിരിച്ചറിയാൻ കണ്ണ് തുറന്നാൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ നില വർദ്ധിക്കും. ഇന്ന് പകൽ സമയം ആരാധിക്കുന്ന ദൈവപൈതലേ, ഇതൊരു സാധാരണ യോഗമല്ല. ഈ യോഗത്തിനകത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മുടെ കണ്ണ് തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ദൃശ്യ പ്രപഞ്ചത്തിന്റെ പുറകിൽ കണ്ണ് തുറന്ന് കാണാൻ കഴിയാത്ത ഒരാത്മലോകം നിലകൊള്ളുന്നുണ്ട്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇവറ്റകളുടെ മേൽ എതിരെ പോരാടുന്ന പൈശാചിക ശക്തികളുടെ മേൽ ആത്മാവിൽ ജയമെടുക്കുന്ന പകലായി
പകലായി പകൽ തീരട്ടെ. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കാണുന്നു ഈ യോഗത്തിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. അത്യാവശ്യം കൃപ പ്രാപിപ്പാൻ കൊതിയുള്ള ദൈവമക്കൾ മാത്രമാണ് ഈ ആരാധനയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു പ്രേരണയും അല്ല നിങ്ങളെ ഇവിടെ എത്തിച്ചത്. പ്രാപിക്കാനുള്ള കൊതിയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വസ്തുത പറയാം. ആത്മ കണ്ണുകൾ തുറന്ന് കാണാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ ദൃഷ്ടികളെ തുറക്കുകയാണ്. ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവിന്റെ പകൽ ആരാധിക്കുന്ന തന്റെ ജനത്തോട് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, നിന്റെ വിടുതലുകൾക്ക് മറുപടി തടസ്സമായി നിൽക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ കരം കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ കാണുന്ന പകലാണ്. കടലിന് നേരെ നോക്കുവാൻ വേണ്ടി ബാല്യക്കാരനെ പറഞ്ഞയച്ചതിന് ശേഷം മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് വിണ്ടുകീറിയ മണ്ണിലേക്ക് അല്പം വെള്ളം ഒഴുകിയിറങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ കൺമുൻപിൽ ഒന്നാം പ്രാവശ്യം പോയപ്പോൾ ഒരു മാറ്റവുമില്ല. രണ്ടാം പ്രാവശ്യം പോയപ്പോഴും മാറ്റമില്ല. മൂന്നാം പ്രാവശ്യം പോയപ്പോഴും മാറ്റമില്ല. നാലാം പ്രാവശ്യം പോയപ്പോഴും മാറ്റമില്ല. 5, 6, 7 പ്രാവശ്യം മനുഷ്യന്റെ കൈ പോലൊരു മേഘം കടലിന് നേരെ ഉയരുന്ന കാഴ്ച കണ്ട് ദൈവത്തിന്റെ ദാസൻ വലിയ മഴയുടെ മുഴക്കം ആത്മാവിൽ കേട്ടതുപോലെ 5ാം വട്ടം നോക്കിയിട്ട് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ ഒരു വിടുതലും പ്രാപിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവനിർണയത്തിന്റെ സമയത്തിന് വേണ്ടി മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് ഏലിയാവ് കരഞ്ഞതുപോലെ ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചിലർ ഒരു ആത്മപ്രവൃത്തി നടക്കേണ്ടതിന്, ഒരു ദൈവപ്രവൃത്തി നടക്കേണ്ടതിന്, ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിക്കപ്പെടേണ്ടതിന്, നിന്റെ വീട്ടിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന ചിലതിനെ എന്റെ ദൈവത്തിന്റെ കരം ശാസിക്കേണ്ടതിന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന പകലായി തീരട്ടെ. ആത്മലോകം യാഥാർത്ഥ്യമാണ്. ഗ്ലോറി, 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 ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പറയാം, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്നവന്റെ കോപ്പ് കവർച്ച ചെയ്യുവാൻ കഴിയുകയില്ല. അവനിലും ബലവാനായവൻ വന്ന് അവന്റെ ആയുധവർഗം പിടിച്ചു പറിക്കുന്നു എഴുതിയിരിക്കുന്ന വചനം പോലെ ഈ ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ അവന്റെ ബലം പൈശാചിക ബലമാണ്. എന്നാൽ അവനെ പിടിച്ചു കെട്ടാനുള്ള ബലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ആ ബലം പരിശുദ്ധാത്മാവിന്റെ ബലമാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്യായ ആധിപത്യങ്ങളുടെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ബലം വ്യാപരിക്കുന്ന പകലാണ്. ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൈ എത്താത്ത അകലത്തിൽ നിന്റെ വാഗ്ദത്വത്തിനെതിരെ നിൽക്കുന്ന പോരാട്ടത്തിന്മേൽ എന്റെ ദൈവത്തിന്റെ കരം ബലത്തോടെ ചലിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി അടയാളത്തോടെ നടക്കുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ആത്മലോകം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 രാജ്യങ്ങൾ ഇവിടെയുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വായിച്ചാട്ടെ, അത് യാഥാർത്ഥ്യമാണോ? മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് എടുക്കാം. മത്തായി സുവിശേഷം 12-ന്റെ 26-ാമത്തെ വാക്യം. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവത്തിന് സ്തോത്രം ഉപയോഗിച്ചിരിക്കുന്ന ആ ബധിരനായ ഒരു മനുഷ്യനെ ദൈവത്തിന് സ്തോത്രം അവനെ സൗഖ്യമാക്കത്തക്ക വിധത്തിൽ കർത്താവ് ഇടപെടുകയാണ്. അവന്റെ ആ അവയവങ്ങളെ, അവന്റെ ആ പഞ്ചേന്ദ്രിയങ്ങളിലെ പ്രധാനപ്പെട്ട ചില അവയവങ്ങളെ സാത്താന്യ ശക്തി ബന്ധിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷയാൽ ആ ബന്ധനം അഴിഞ്ഞു മാറി. അവന്റെ കേൾവി ശക്തിയെ ബന്ധിച്ച് അവന്റെ കർണപുടത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അവയവങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഈ അദൃശ്യ ശക്തി വ്യാപരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് പകൽ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന യുവക്കളോട് പറയട്ടെ, ഇവിടെ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ആ വചനത്തിന്റെ പുറകിൽ ശരീരത്തിന്റെ ചില അവയവങ്ങളെ ബന്ധിച്ചിരിക്കുന്ന
പ്രവർത്തിക്കുന്ന, രോഗത്തിന്റെ കെട്ടുകളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക താവളങ്ങളെ അഴിച്ചു മാറ്റാൻ വചനത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ആരാധനയ്ക്കകത്ത് ആത്മീയ അധികാരം ഉപയോഗിക്കുന്ന പകലായി തീരണം. ദൈവത്തിന് സ്തോത്രം. കൂനിയായ ഒരു സ്ത്രീയെ യേശു ദേവാലയത്തിൽ വെച്ച് കണ്ടു. സിനഗോഗിൽ വെച്ച് കണ്ട ഉടൻ തന്നെ കൽപ്പന ഉറപ്പെടുന്ന സമയം യേശുവിന്റെ വാക്കുകൾ, സാത്താൻ കഴിഞ്ഞ 18 സംവത്സരമായി ബന്ധിച്ചിരിക്കുന്ന ഈ സ്ത്രീ, അങ്ങനാണെങ്കിൽ ശരീരത്തിലെ അസ്ഥി ഘടനകളുടെ നിയന്ത്രണത്തെ ബന്ധിച്ച് ഇവളെ കുനിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ശക്തി അവളുടെ ശരീരത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ചില അവയവങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന ചില ഇരുളിന്റെ കരങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ആത്മതലത്തിൽ അഴിഞ്ഞു മാറണം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. അതിനുള്ള അഭിഷേകം, അതിനുള്ള ആത്മവ്യാപാരം ഈ യോഗത്തിനകത്ത് ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിക്കൽ എത്തിയ മുടന്തന്റെ മുൻപിൽ നിന്നുകൊണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് കൽപ്പിച്ച വേളയിൽ പത്രോസിന്റെയും ദൈവത്തിന് സ്തോത്രം യോഹന്നാന്റെയും ദൈവത്തിന് സ്തോത്രം അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വചനത്തിന്റെ വ്യാപാര ശക്തി എവിടേക്കാ കടന്നു എന്നത് ആദ്യം അത് അവന്റെ ചെവിയിലേക്ക് വീണു. ശ്രദ്ധിക്കണേ, ആദ്യം അവന്റെ ചെവിയിലേക്ക് വീണു. അത് കഴിഞ്ഞ് അവന്റെ ശരീരത്തിന്റെ ഉള്ളറയിലേക്ക് ഊളിയിട്ടിറങ്ങി. അതിനുശേഷം അവന്റെ കാലുകളുടെ ഇടിപ്പിന്റെ ഭാഗത്ത് അവന്റെ കാലുകളെ നിർജീവമാക്കി നിർത്തിയിരിക്കുന്ന ആ ബന്ധനത്തിലേക്ക് ആ കർത്തൃദാസന്മാരുടെ യേശുവിന്റെ നാമം ചൊല്ലിയ വാക്കിന്റെ ശക്തി ആ കർണപുടം വഴി കടന്നു എന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ കാലുകൾ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ വർഷങ്ങളായി കെട്ടിയിട്ടിരിക്കുന്ന ആ ബന്ധനത്തിന്റെ കെട്ടിനെ ആ വചനത്തിന്റെ ഒറ്റ ഉച്ചാരണത്തിന്റെ പുറകിൽ എന്റെ ദൈവം അഴിച്ചു മാറ്റിയിട്ട് അവനെ കാലൂന്നി എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ വാഗ്ദത്വത്തിനെതിരെ നിൽക്കുന്ന ചിലതിനെ പ്രാർത്ഥനയുടെ അധികാരം ഉപയോഗിക്കാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ നാവിൽ എന്റെ ദൈവം ബലം കൽപ്പിക്കുന്ന പകലാണ്. പ്രാർത്ഥിക്കുന്ന നീ ആത്മാവിൽ വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ അഴിയട്ടെ, ചില വാഗ്ദത്തങ്ങൾക്കെതിരെയുള്ളത് നിയമരക്തത്താൽ അഴിഞ്ഞു മാറട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. രക്തത്താൽ ജയം. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായ വിടുതൽ ഈ മനുഷ്യന്റെ ശരീരത്തിന്മേൽ യേശുവിന്റെ വാക്കുകളിൽ സംഭവിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും കുറ്റം പറയുന്ന, വിമർശിക്കുന്ന പരീശ പ്രമാണികൾ പറയുകയാണ്, ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് അവൻ ഈ ഭൂതത്തെ പുറത്താക്കിയിരിക്കുന്നത്. ഈ സമയം ഇവരുടെ ഉള്ളറകളുടെ ചിന്തകൾ അറിഞ്ഞ കർത്താവ് സംസാരിക്കുമ്പോൾ ആത്മലോകത്തെ കുറിച്ച് ഏറ്റവും ഗൗരവമേറിയ ഒരു പരാമർശനം കർത്താവ് നടത്തുകയാണ്. വായിച്ചാട്ടെ 26-ാമത്തെ വാക്യത്തിൽ, ഒരു പട്ടണമോ ഗ്രഹമോ, വായിച്ചാട്ടെ, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കയില്ല. സാത്താനെ അപ്പൊ സാത്താന്യ ശക്തിയാണ് പുറത്താക്കാൻ ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ, വായിച്ചാട്ടെ, അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. അവിടെ പ്രയോഗിച്ച പ്രയോഗം ശ്രദ്ധിക്കണം. പിന്നെ അവന്റെ രാജ്യം, ആരുടെ രാജ്യം? സാത്താന്റെ രാജ്യം. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ. ഒരു രാജ്യത്തിന് എന്തൊക്കെയുണ്ട്? ആ രാജ്യത്തിന് ജനാധിപത്യമായാലും രാജാധിപത്യമായാലും ഏകാധിപത്യമായാലും ആ രാജ്യത്തിന് അവരോഹണ ക്രമത്തിൽ അധികാരം പങ്കുവെക്കുന്ന ഒരു സുസജ്ജമായ ഭരണ സംവിധാനമുണ്ട്. ആന, കുതിര, തേര്, കാലാൽ എന്നീ ചതുരംഗപ്പട പണ്ടത്തെ രാജ്യങ്ങൾക്കുണ്ട്. നാവികസേനയും വ്യോമസേനയും കരസേനയും മറ്റും ഇന്നത്തെ രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു സൈനിക വ്യൂഹം ഈ രാജ്യത്തിനുണ്ട്. അത് മാത്രമല്ല, ജില്ല, പഞ്ചായത്ത്, വില്ലേജ്, സ്റ്റേറ്റ്, രാജ്യ തലത്തിൽ അധികാര വിഭജനമുണ്ട്. ഇതുപോലെ ഇതാ നിൽക്കുന്ന ഒരു രാജ്യം. യേശു പറയുന്നു, ഇത് സങ്കല്പമല്ല,
ഇത് ഭാവനയല്ല, ഇത് രാജ്യത്തിന്റെ ശക്തിയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാണണം. ഈ രാജ്യങ്ങളെ മുഴുവൻ ധരിക്കുന്ന ഒരാത്മലോകത്തിന്റെ പുറകിലെ ചിത്രം തിരിച്ചറിയണം. ഒരു രാജ്യം ഇതിന്റെ പുറകിൽ നിൽക്കുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു രാജ്യമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വായിച്ചാട്ടെ, ദൈവത്തിന് സ്തോത്രം. അതിന്റെ താഴേക്കുള്ള ഭാഗം വായിച്ചാട്ടെ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, അതോ അടുത്ത പ്രയോഗം ദൈവരാജ്യം. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ പരസ്പരം ഇവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേത് സാത്താന്യ രാജ്യം, രണ്ടാമത്തേത് ദൈവരാജ്യം. ശബ്ദം ഉയർത്തി പറയാമോ? ഒന്ന്, സാത്താന്യ രാജ്യം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവരാജ്യം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിൽ എടുത്തൊന്ന് വായിച്ചാട്ടെ. കൊലോസ്യർ 1:12. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിന്. അപ്പോൾ സാത്താന്യ രാജ്യത്തെ, ഈ ബെയൽസബൂലിന്റെ രാജ്യത്തെ, ഈ പൈശാചിക രാജ്യത്തെ, ഈ സാത്താന്യ രാജ്യത്തെ യേശു കൊടുത്ത അടുത്ത പ്രയോഗം ഇരുട്ടിന്റെ അധികാരം. അപ്പോൾ രാജ്യം തന്നെയല്ല, അതിന്റെ പുറകിൽ ഒരു അതോറിറ്റി ഉണ്ട്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാവം മാറും. ഇരുട്ടിന് ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിന് ഒരു അധികാരമുണ്ട്. ഇനി അടുത്തത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിനുള്ള അവകാശത്തിനായി പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന്. അപ്പോൾ രണ്ടാമത്തെ രാജ്യം സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ഒന്ന് വാതോർന്ന് പറയാമോ? നിങ്ങൾക്കറിയാവുന്ന വിഷയമാണെങ്കിൽ തന്നെയും ഇതൊന്ന് അകത്തോട്ട് കയറാൻ. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ഒന്ന് ഇരുട്ടിന്റെ രാജ്യം, മറ്റൊന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ഒന്ന് ബേൽസബൂബിന്റെ രാജ്യം, മറ്റൊന്ന് യേശുവിന്റെ രാജ്യം, ദൈവരാജ്യം. നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ ഇതാ ഈ രണ്ട് രാജ്യങ്ങളുടെ ഈ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇരുട്ടിന്റെ രാജ്യത്തിന് അധികാരമുള്ളതുപോലെ തന്നെ ആത്മരാജ്യത്തിനും അധികാരമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങുന്ന പകലാണ് ഈ പകൽ സമയം. ഞാൻ വിശ്വസിക്കുന്നത് പറയാം, ഈ പകലത്തെ യോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കടുങ്കട്ട് വീണ വിഷയത്തിന്മേൽ ദൈവജനം തന്നെ ആത്മാവിന്റെ അധികാരം ഉപയോഗിച്ച് ലിറ്ററലായി ചില ദൈവപ്രവർത്തികൾ നേരിട്ട് കാണുന്ന ദിവസമായി ഇന്നത്തെ പകലിനെ ദൈവാത്മാവ് മാറ്റാൻ തുടങ്ങുകയാണ്. നിങ്ങളിത് പകൽ ഇവിടെ ഇരുന്ന് വെറുതെ എഴുന്നേറ്റ് പോകുന്നവരാകുകയില്ല. ആ രാജ്യത്തിന്റെ അധികാരം ദൈവമക്കൾ ഉപയോഗിപ്പാൻ ദൈവാത്മാവ് നിങ്ങളെ സജ്ജമാക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിന്റെ തേജസ്സിന്റെ മേഘം ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ നിഴൽ പോലെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ വെറുതെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു സമൂഹമല്ലിത്. ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ അധികാരത്തിന്റെ പ്രതീകമാണ് വടി. വടി അധികാരത്തിന്റെ പ്രതീകമാണ്. ഇതാ ചെങ്കടലിന്റെ കരയിൽ നിൽക്കുന്ന മോശ ആ വടി നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തിന്റെ ബലമുള്ള കരം ആ വടിയുടെ പുറകിൽ വ്യാപരിച്ചിട്ട് കൊടുങ്കാറ്റ് ബ്ലേഡ് പോലെ പറന്നിറങ്ങി ആ കടലിനെ രണ്ടായി മുറിച്ചു മാറ്റിയപ്പോൾ അവിടെ വെളിപ്പെട്ടത് ആത്മീയ അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മിസ്രൈമിലെ മന്ത്രവാദികളുടെ വടികൾ മുഴുവൻ പാമ്പായി പണം വിരിച്ചാടുമ്പോൾ അവിടെ ഇഴഞ്ഞെടുക്കാൻ തുടങ്ങുന്ന മോശയുടെ വടി, ദൈവത്തിന് സ്തോത്രം, അവറ്റകളുടെ വടിയെ വിഴുങ്ങാൻ കാരണം അതിന്റെ പുറകിൽ അധികാരം വ്യാപരിക്കുകയായിരുന്നു. ഈജിപ്തിലെ മന്ത്രവാദികൾ സേവിക്കുന്ന കുലദൈവങ്ങളായ ഈച്ചയും തവളയുമായ സകലത്തെയും ന്യായവിധിയിലേക്ക് വിധേയപ്പെടുത്താൻ അവിടെ വ്യാപരിച്ചതിന് ദൈവത്തിന്റെ വിധിക്ക് വേണ്ടി അധികാരത്തിന്റെ ചലനം ആ വടിയുടെ പുറകിൽ നടന്നതായിരുന്നു. ഈജിപ്ത് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നെങ്കിൽ നൈൽ നദി എന്ന് പറയുന്നത് ഈജിപ്തിലെ ദേവതയാണ്. ആ ദേവതയെ രക്തമാക്കിക്കൊണ്ട്
ന്യായവിധി നടത്താൻ ആ വടിയുടെ പുറകിൽ അധികാരം വ്യാപരിക്കുകയായിരുന്നു. പർവ്വതത്തിന് മുകളിൽ മോശ കയറി നിൽക്കുന്ന സമയം ആ വടി കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ പാളയത്തിൽ ജയത്തിന്റെ ശക്തി അതാ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അധികാരം അവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ നിന്ന് കണ്ടേ, പഴയ നിയമത്തിൽ മോശയുടെ കരങ്ങളിൽ ഇരുന്ന വടിയുടെ പുറകിൽ വ്യാപരിച്ചത് ഒരു അതോറിറ്റിയാണ്. മാത്രമല്ല, ഏലിശയുടെ മുൻപിലേക്ക് അടുത്തു വരുന്ന ശത്രുക്കളെ ആകാശത്തുനിന്ന് തീയിറക്കത്തക്ക വിധം ഏലിശയുടെ വായിൽ നിന്ന് പുറപ്പെട്ടത് ഒരു അതോറിറ്റിയാണ്. യഹോവേ, നീ ദൈവമെന്നും ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിന്റെ നാമത്തിലെന്നും വെളിപ്പെട്ടു വരേണ്ടതിന് ഇപ്പോൾ തീ ഇറക്കണമേ എന്ന് ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ തീ ആകാശം കത്തി ഇറങ്ങിയത്, അതിന്റെ പുറകിൽ വ്യാപരിച്ചത് ഒരു അതോറിറ്റി ആയിരുന്നു. സൂര്യാ, നീ ഗിബയോനിലും ചന്ദ്രാ, നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് വിളിച്ചു പറഞ്ഞ വാക്കിന് മുൻപിൽ ഈ പ്രപഞ്ചം നിലനിൽക്കാൻ കാരണം അതിന്റെ പുറകിൽ വ്യാപരിച്ച അധികാരമായിരുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് പകലത്തെ ആരാധനയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രജകൾ കൈകെട്ടി ഇരുന്ന് എഴുന്നേറ്റ് പോകാൻ വന്നവരല്ല. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ലാസറേ, പുറത്തു വരിക എന്ന് എന്റെ യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് ആ അധികാരത്തോടു കൂടെയായിരുന്നു. ആ ബധിരന്റെ ചെവിയിലേക്ക് വിരൽ തിരികിയിട്ട് യഫഥാ, തുറന്നു വരിക എന്ന കൽപ്പന പുറപ്പെടുവിച്ചത് ആ അധികാരത്തോടു കൂടെയായിരുന്നു. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് കൽപ്പിച്ചത് ആ അധികാരത്തോടു കൂടെയായിരുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്ന് മുടന്തന്റെ മേൽ വ്യാപരിച്ച ദൈവിക നിയോഗം യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക ആ അധികാരത്തോടു കൂടെയായിരുന്നു. പുറകെ വരുന്ന ശല്യപ്പെടുത്തുന്ന ആ സ്ത്രീയോട് യേശുവിന്റെ നാമത്തിൽ ഇവളെ വിട്ടു പോകുക എന്ന് കൽപ്പിച്ചത് അധികാരത്തോടു കൂടെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഇന്ന് പകൽ ഇരുട്ടിന്റെ അധികാരത്തിന് നേരെ ദൈവരാജ്യത്തിന്റെ അധികാരം ഉപയോഗിക്കുന്ന പകലാണ്. നീ ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നതിന് മുൻപ് നിന്റെ കൺമുൻപിൽ കാണത്തക്ക വിധം ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ അധികാരം ഉപയോഗിക്കുന്ന പകലാകട്ടെ. അബ്ദൽ ഘടകനാധികജകൾ ഘടകര ഉദരാധികജകൾ ഘടകര ഉദരാധികനയാരകനക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടി ജാഗരിക്കട്ടെ. എന്റെ നാഥന്റെ അധികാരം ഇതിനകത്ത് ചലിക്കട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പറ, ഒരു ദൈവപ്രവൃത്തി വ്യാപരിക്കും ഇന്ന് പകൽ. നിങ്ങളുടെ കുടുംബത്തിലെ ചില ബന്ധനങ്ങളെ അഴിപ്പാൻ ഒരു പ്രവാചകന്റെ നാവിനെയല്ല ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഇന്ന് പകൽ നിന്റെ നാവിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ഈ സ്ഥലം സഭയ്ക്ക് വരാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ എന്റെ ദൈവം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ നാവുകളെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ചില പ്രവചനാലോചനകൾ ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നു. ചില ദർശനങ്ങൾക്കായി ചില കണ്ണുകൾ തുറക്കപ്പെടുന്നു. ചില ദൈവിക വെളിപ്പാടുകൾ ചില കണ്ണുകളുടെ മുൻപിൽ ദൈവാത്മാവ് തുറന്നു കാണിക്കുന്നു. ചില ദൈവശബ്ദങ്ങൾ ചില ചെവികളിൽ മുഴങ്ങുന്നു. പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ആയുധമാക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മലോകം യാഥാർത്ഥ്യം പരസ്പര വിരുദ്ധമായി യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മൾ ആ രാജ്യത്തോട് ബന്ധപ്പെട്ട് ഗ്രഹിക്കേണ്ട, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കഴിഞ്ഞ ദിവസം ഗ്രഹിക്കുവാനായിട്ടിടയായി. ഈ രണ്ട് രാജ്യങ്ങളിലും അതിനോടനുബന്ധിച്ച പൈശാചിക പ്രതിനിധികളുണ്ട്. അതിനെ വേദപുസ്തകം വിളിക്കുന്ന ചില നാമങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിലേക്ക് നമ്മളൊന്ന് വരുമ്പോ എഫേസ്യ ലേഖനം 6:12 മുതലുള്ള വാക്യങ്ങൾ, അവിടെ ഒന്നാം ഭാഗമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകത്തിന്റെ അധിപതികൾ, സ്വർലോക ദുഷ്ടാത്മസേനകൾ. അപ്പോൾ മറുവശത്ത് നിൽക്കുന്ന ആരൊക്കെയെന്നറിയാമോ? വാഴ്ച നിൽക്കുന്നു, അധികാരം നിൽക്കുന്നു, അന്ധകാര ലോകത്തിന്റെ അധിപതി നിൽക്കുന്നു, സ്വർലോക ദുഷ്ടാത്മസേന നിൽക്കുന്നു. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ശത്രു എത്ര പ്രബലനാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് കരുതിക്കൂട്ടി കരുനീക്കം നടത്തുന്ന സൈന്യമാണ് യുദ്ധത്തിന്റെ വിജയമെടുക്കുന്നത്. അങ്ങനാണെങ്കിൽ പ്രതിയോഗിയെ തിരിച്ചറിയണം. തിരുവെഴുത്തിലേക്ക് വരുമ്പോ സ്തോത്രം, കൊലോസ്യ ലേഖനത്തിൽ 1:16 സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ. അപ്പോൾ കർത്തൃത്വം നിൽക്കുന്നു,
സിംഹാസനം നിൽക്കുന്നു, വാഴ്ചകൾ നിൽക്കുന്നു, അധികാരങ്ങൾ നിൽക്കുന്നു. അപ്പൊ എത്രയായി? ഒരുപാട് ഗ്രൂപ്പ് ഇതിനകത്തുണ്ട്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്തിമ ദിവസത്തിന്റെ വിധിക്കായി അന്ധകാരത്തിന് കീഴിൽ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പൈശാചിക ഗ്രൂപ്പ് പാതാള മേഖലയിൽ ബന്ധിതരായി കിടക്കുന്നു. വെളിപ്പാട് പുസ്തകം 12:1 വായിക്കുമ്പോൾ 7 തലയും 10 കൊമ്പും, കൊമ്പുകളിൽ 10 രാജമുടിയും, തീനിറമുള്ളൊരു മഹാസർപ്പം, അതിന്റെ വാൽ ആകാശത്തിൽ ചുഴറ്റി നക്ഷത്രങ്ങളിൽ 3-1 വാൽക്കുമ്പിളിലാക്കി അവൻ താഴേക്ക് വലിച്ചെറിയുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാചകം അവനെയും അവന്റെ ദൂതന്മാരെയും പുറത്താക്കിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റയല്ലവൻ, അവൻ അധികാരത്തിന്റെ പ്രമത്തതയിൽ നിൽക്കുന്ന ഏകാധിപതി ആയിരിക്കുമ്പോൾ അവന്റെ അനുയായികളായ പൈശാചിക ദൂതഗണങ്ങൾ ഇതിന്റെ പുറകിൽ കൂട്ടമായി വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അനാഥരല്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം പറയുന്നു, അനേകായിരം കോടി ദൂതന്മാരുടെ സർവ്വസംഘം എന്റെ പുറകിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൽ ആശ്രയിച്ച് നീ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ ഒറ്റയായിരുന്നെങ്കിൽ വിജയം അകലമാകുമായിരുന്നു. എന്നാൽ നീ ഇന്ന് കൈകാര്യം ചെയ്യുന്ന സാധാരണക്കാരനോടല്ല, നീ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ പുറകിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനുണ്ട്. 1,85,000 ഒറ്റ രാത്രിയിൽ അശൂർ പാളയത്തിലേക്ക് ഇറങ്ങി വെട്ടിമാറ്റിയ ദൈവത്തിന്റെ ദൂതന്മാരെ പോലെയുള്ള ദൂതന്മാരാ പ്രാർത്ഥിക്കുന്ന നിന്റെ പുറകിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന സമയം നിന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ജാഗ്രതയുടെ രീതി മാറും. മാത്രമല്ല, വേദപുസ്തകം പറയുന്ന ശ്രദ്ധേയമായ ചില ഭാഗങ്ങളുണ്ട്. ഒരു ദൂതൻ ഇറങ്ങി വന്ന് യേശുവിന്റെ കല്ലറയ്ക്കലെ കല്ല് ഉരുട്ടി മാറ്റിയിട്ട് അതിന്മേലിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചില പ്രതികൂലങ്ങളെ ഉരുട്ടി മാറ്റാൻ ദൈവത്തിന്റെ ദൂതന്മാർ ചില പ്രത്യേക മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം. അപ്പോൾ ആത്മലോകത്തിൽ സാത്താന്യ ലോകത്തിന് ദൂതന്മാരുണ്ട്, പൈശാചിക ഭരണാധികാരികളുണ്ട്. ആത്മലോകത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കും ദൂതന്മാരുണ്ട്, അവരുടെ ശുശ്രൂഷകളുണ്ട്. അത് തിരിച്ചറിയുവാൻ കഴിയണം. ഇനിയും ഇവിടെ പ്രധാനപ്പെട്ട 2 ദൂതന്മാരെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് വായിച്ച് ഗ്രഹിക്കണം. തിരുവെഴുത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ആത്മലോകത്തിലെ പ്രധാനപ്പെട്ട ജീവികൾ മിഖായേൽ. നമുക്ക് വായിക്കാം ദാനിയേൽ പ്രവചനം 10:13 വാക്യം. ദാനിയേൽ 10:13 വായിച്ചാട്ടെ. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരിൽ ശക്തന്മാരായ ചില യുദ്ധവീരന്മാരുണ്ട്. ആ യുദ്ധവീരന്മാരിൽ പ്രധാനിയുടെ പേരാണ്, ദൈവത്തിന് സ്തോത്രം, ഈ ശക്തിയേറിയ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. 12:1 വാക്യം. 12:1 വാക്യം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. അങ്ങനെയാണെങ്കിൽ പ്രത്യേക യുദ്ധമേഖലയിലേക്ക് സൈന്യത്തിന്റെ ഏറ്റവും വീര്യവുമുള്ള ശക്തന്മാരെ അയക്കാൻ ദൈവം തയ്യാറാകുമ്പോൾ യുദ്ധത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്ന ആ ദൂതന്മാരെ സഹായിപ്പാൻ എത്തിച്ചേരുന്ന കമാൻഡർ ഇൻ ചീഫാണ് ദൈവത്തിന്റെ ദൂതനായ മിഖായേൽ. ദൈവത്തിന് സ്തോത്രം. ഇവർ എവിടൊക്കെ ഇടപെട്ടിട്ടുണ്ട്? സാത്താന്യ ശക്തികൾ അവകാശം ചെയ്ത് വാദിക്കുന്ന ചില പ്രത്യേക മേഖലകളിൽ നമ്മുടെ കണ്ണിന് കാണത്തില്ലെന്നേ ഉള്ളൂ. ഈ മിഖായേൽ ഇറങ്ങി വന്ന് വാദിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ഇന്ന് പകലും നിനക്ക് പുറകിൽ ചലിക്കുന്നുണ്ട്. യൂദയുടെ ലേഖനം 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യൂദയുടെ ലേഖനം 9-ാം വാക്യം. വേഗം വായിക്കണം. യൂദയുടെ ലേഖനം 9-ാം വാക്യം. യൂദയുടെ ലേഖനം 9-ാം വാക്യം പെട്ടെന്ന്. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ, കണ്ടോ, അപ്പോൾ മോശയുടെ ശരീരത്തെ ഉയർപ്പിക്കാൻ അനുവദിക്കാതെ ശവകുടീരത്തിന്റെ മുൻപിൽ അവകാശ തർക്കം ഉത്ഭവിച്ചപ്പോൾ ഈ മിലിറ്ററിയുടെ ചീഫ് കമാൻഡർ ഇറങ്ങി വന്ന് അവന്റെ മേൽ ജയമെടുത്താണ് ഉയർപ്പ് നടത്തിയത്. ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണുന്നുണ്ടോ?
ആത്മലോകത്തിലെ രണ്ട് രാജ്യങ്ങൾ കാണുന്നുണ്ടോ? പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ. തിരിച്ചറിയുന്ന ദൈവമക്കളുടെ കണ്ണുകളൊന്ന് തുറന്നാൽ നമ്മൾ കൈകെട്ടി വാപൂട്ടിയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ആത്മലോകത്തിൽ പൈശാചിക ശക്തികളുടെ പ്രധാന ദൂതന്മാർ നിലകൊള്ളുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി നിൽക്കേണ്ടതിന് ശക്തന്മാരായ ചില ആത്മജീവികൾ പുറകിലുണ്ട്. അതിൽ യുദ്ധത്തെ നയിക്കുന്ന ഒരു പ്രധാന ദൂതനുണ്ട്. ആ ദൂതന്റെ പേര് മിഖായേൽ എന്നാണ്. ആ മിഖായേൽ ഒരിക്കൽ പോലും സാത്താൻ വിട്ടുകൊടുക്കാതെ വാദിക്കുന്ന ചില മേഖലകളിൽ ഇറങ്ങി വന്നിട്ട് അവന്റെ അവകാശ തർക്കങ്ങളെ ശാസിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കും. മോശയുടെ ശരീരം ഉയർപ്പിക്കുന്നതിന് തടസ്സമായി അവകാശ തർക്കം ഉന്നയിച്ച സാത്താന്യ ശക്തിയോട് പടപൊരുതാൻ ദൈവം നിയോഗിച്ചത് ഈ ദൂതനെയാണ്. ഇനി അധികം താമസിക്കാതെ മറ്റൊരു സംഭവത്തിന് കൂടെ ഈ ദൂതൻ സാക്ഷിയാകും. കർത്താവ് തൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന വേളയിൽ വിശുദ്ധന്മാരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ ഭൗതിക ശരീരം ഉയർക്കുന്നതിന് തടസ്സമായി ഈ ആകാശത്തെ അടക്കി ഭരിക്കുന്ന പൈശാചിക വേതാള ഗ്രൂപ്പുകൾ ഒരുപോലെ പ്രബലരാകുമ്പോൾ, അവന്റെ അധികാരത്തിന്റെ കേന്ദ്രസ്ഥാനമായ മധ്യാകാശത്തിൽ എന്റെ നാഥന്റെ വിജയത്തിന്റെ കൊടി പറക്കാൻ തുടങ്ങുന്ന വേളയിൽ ആ ഉയർപ്പിനെ തടഞ്ഞു വാദിക്കുന്ന സാത്താന്യ ശക്തികളോട് യുദ്ധം ചെയ്യേണ്ടതിന് ഒരു ജഡ്ജിയുടെ വിധി പ്രസ്താവന പോലെ എന്റെ നാഥന്റെ ശബ്ദം ഉയരുമ്പോൾ പ്രധാന ദൂതൻ അതിനകത്ത് വെളിപ്പെട്ടു വരും. ആ യുദ്ധം ആത്മലോകത്തിൽ നടക്കും. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, ഇതൊരു സാധാരണ സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ആത്മലോകം യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ദൂതഗണങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇനിയും അടുത്തത്, ആത്മലോകത്തിൽ തന്നെ വിവിധ വകുപ്പുകളിലുള്ള ദൂതന്മാരുണ്ട്. തിരുവെഴുത്തിലേക്ക് നിങ്ങളൊന്ന് വരുമ്പോൾ ദാനിയേൽ പ്രവചനം 8:16 വാക്യം, ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവചന വസ്തുതയെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി കൊടുക്കുവാൻ എന്താണ് ചെയ്തത് എന്ന് ഗ്രഹിക്കണം. 9:21 കൂടെ വായിച്ചാട്ടെ. ഗബ്രിയേലേ, ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക. ഊലായി നദീതീരത്ത് ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ചില ദൈവിക വെളിപ്പാടുകൾ കൈമാറ്റം ചെയ്യാൻ സർവശക്തന്റെ ആ പ്രത്യേകമായ ദൂതവാഹിയായി ദൈവം ഉപയോഗിക്കുന്ന പ്രധാന ദൂതനാണ് ഗബ്രിയേൽ ദൂതൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഇവിടിരിക്കുന്ന ദൈവമക്കളൊന്ന് ആത്മാവിൽ കണ്ടേ, ഇത് സാധാരണ തലമല്ല കേട്ടോ, സാധാരണ തലമല്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ചില വെളിപ്പാടുകൾ ഗ്രഹിപ്പിക്കുവാൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം 2019 മെയ് മാസത്തിലും ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത് ആത്മാവിൽ കാണാനുള്ള കണ്ണ് ഇന്ന് പകൽ എനിക്ക് തരണമേ എന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം യിരെമ്യാവിന്റെ കാലഗണന ഗ്രന്ഥം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്ധ്യായാഗവേളയിൽ യെരൂശലേം ദൈവാലയത്തിലെ സന്ധ്യായാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ദാനിയേലിന്റെ പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗബ്രിയേൽ ദൂതൻ, ദൈവത്തിന് സ്തോത്രം, അവന്റെ കൺമുൻപിലേക്ക് ഇറങ്ങി വന്നു. ഗബ്രിയേൽ ദൂതൻ കൺമുൻപിലേക്ക് ഇറങ്ങി. 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 9-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നൊരു വേദഭാഗം വായിക്കുമ്പോൾ ആ കാര്യം കുറെ കൂടെ വ്യക്തമാകും. 9-ാം അധ്യായത്തിന്റെ 21 വാക്യം വായിച്ചാട്ടെ. 9:21. ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുമ്പോൾ ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ വായിച്ചു എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗ സമയം എന്നോട് അടുത്തു വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞത്, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിനും ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ തുടക്കത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു. കേട്ടോ, ശ്രദ്ധിച്ചേ. 3-ാം സ്വർഗത്തിന്റെ അതിർത്തിയിൽ ആത്മമണ്ഡലത്തിന്റെ വ്യോമപാളയത്തിന് മുകളിൽ സ്വർഗസിംഹാസനത്തിന് മുൻപിൽ റേഡിയോ ആക്ടിവിറ്റി തരംഗം പറന്നു ചെല്ലുന്നത് പോലെ ഇന്ന് പകൽ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന സാധുവായൊരു വീട്ടമ്മയുടെ പ്രാർത്ഥന പറന്നു കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് ദൈവം നിയോഗിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിലേക്ക് ഈ വ്യോമപാളയം വിഭജിച്ച് താഴെ
ഇറങ്ങുന്നുണ്ടെന്ന്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ നാളെ നടത്താൻ നിങ്ങളുടെ കുടുംബത്തിന് നേരെ, നിങ്ങളുടെ സഭയ്ക്ക് നേരെ പിശാച് കരുതി വച്ചിരിക്കുന്ന ചില കണികളെ പ്രാർത്ഥനയിൽ ബന്ധിക്കാൻ കർത്തൃസന്നിധിയിൽ ഇരിക്കുന്ന ചില അഭിഷിക്തന്മാരുടെ കണ്ണുകളെ ആത്മാവിൽ തുറന്നിട്ട് ഞാൻ ഇന്ന് പകൽ ഇവിടെ നിന്ന് പ്രവചിച്ചു പറയുന്നു. കുവൈറ്റിന് വരാൻ തുടങ്ങുന്ന ദുരന്തങ്ങൾ ആത്മാവിൽ പ്രവചിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നിയോഗിച്ച ചില പ്രവചന വീരന്മാർ ഈ യോഗത്തിനകത്ത് ഇരിപ്പുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇതാ സന്ധ്യായാഗവേളയിൽ കാലഗണന വെച്ച് കൃത്യം സമയം പ്രവചിക്കാൻ ദൈവം ദൂതനെ ഇറക്കി വിടുക. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഞാൻ ഇന്ന് പകൽ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം കോൾമയിൽ കൊള്ളുകയാണ്, എൻ്റെ അകം ആത്മാവിൽ തുടിക്കുകയാണ്. എനിക്ക് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കണമെന്നുണ്ട്. ഞാനിന്ന് പകൽ പറയാം, തേജസ്സിന്റെ വ്യാപാരം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, അത് സീനായിൽ മൂടിയിറങ്ങിയ തേജസ്സിന്റെ വ്യാപാരം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാംസരഹിതരായ ആത്മദൂതന്മാർ നമ്മുടെ കൺമുൻപിൽ പ്രാർത്ഥനയിൽ ചലിച്ചിറങ്ങുന്നെന്ന് മാത്രമല്ല, ചില പൈശാചിക താവളങ്ങളെ ബന്ധിക്കേണ്ടതിന് എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇത് ഏതൊക്കെ മേഖല ഇറങ്ങുമെന്നറിയാമോ? ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ പറയട്ടെ, അകത്തൊരു കർത്തൃദാസൻ ധൂപം കാട്ടാൻ കടന്നുപോയിരിക്കുന്നു. ഉള്ളിൽ കത്തുന്ന, ചങ്ക് പിടയുന്ന, ഹൃദയത്തിൽ കനലെരിയുന്ന ഒരു വേദനയോടുകൂടെയാണ് അയാൾ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കുന്ന സക്കറിയാവിന് അറിയാം, തലമുറയില്ലല്ലോ എന്ന ഭാരം അയാളുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ട്. പുറത്ത് ജനം പ്രാകാരത്തിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്നു. പെട്ടെന്ന് എന്റെ ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന് സ്തോത്രം, ഇതാ മേഘപാളികളെ കീറി പാതാള മേഖലകളെ തകർത്ത് പൈശാചിക താവളങ്ങളെ വെട്ടിമാറ്റി പാർസി പ്രഭുവിനെ തകർത്തു മാറ്റി പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്ന ധൂപ പീഠത്തിന്റെ മുൻപിൽ ഇതാ മുൻപിലേക്ക് വെളിപ്പെട്ടിറങ്ങുകയാണ്. ഞാൻ ഈ ആരാധനയ്ക്കകത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നു, സ്റ്റേജിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനും സദസ്സിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും ഒരുപോലെ ജാഗരിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിങ്കിലേക്ക് ഈ ദിവസം പറന്ന് കയറി ചെല്ലുമ്പോൾ വിഷയത്തിന് മറുപടി കൊടുക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ മറുപടിയുമായി പറന്നിറങ്ങുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറ, ഇതൊരു സാധാരണ പകലല്ല. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഗബ്രിയേൽ ദൂതൻ പ്രാർത്ഥനാ മേഖലയിൽ ദൂത് നൽകാൻ ഇറങ്ങുകയാണ്. ആ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ആ വാക്കിന്റെ കനഗാംഭീര്യം എത്ര വലുതാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മലോകം യാഥാർത്ഥ്യമാണ്. പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ ഇവിടെയുണ്ട്. പൈശാചിക താവളങ്ങൾക്ക് പ്രതിനിധികളും അധികാരികളുമുണ്ട്. ആത്മലോകത്തിൽ വസിക്കുന്ന ദൈവമക്കൾക്കും പ്രതിനിധികളും അധികാരികളുമുണ്ട്. സാത്താന്യ പ്രതിനിധികൾക്കെതിരെ ആത്മലോകത്തിന്റെ പ്രതിനിധികൾ നടത്തുന്ന പോരാട്ടമാണ് ആത്മീയ യുദ്ധം. ഇത് തിരിച്ചറിയാൻ കണ്ണ് തുറന്നാൽ ഒരു ദൈവ പൈതൽ ബലഹീനനായോ ജാഗ്രതയില്ലാതോ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കത്തില്ല. നിന്റെ നാവിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ചില പ്രത്യേക വിഷയങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, എന്താണ് സാത്താന്യ താവളങ്ങൾ ചിലതിനു മുൻപിൽ വിറയ്ക്കാൻ കാരണം. ഞാൻ ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ കോട്ടയത്തിന് സമീപം ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന്റെ ഏറ്റവും മുൻഭാഗത്ത് സഹോദരിമാരുടെ ഭാഗത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അവളുടെ ഭാവചേഷ്ടകൾ കൊണ്ട്, അവളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അവൾ ക്രിസ്തീയ വിശ്വാസത്തിൽപ്പെട്ടവളല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തിന്? ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ചു വരുമ്പോൾ, കാൽവറിയിലെ രക്തത്തെക്കുറിച്ച് വിശദീകരിച്ചു വരുമ്പോൾ ഇവളുടെ ശരീരം വല്ലാതെ ചലിക്കാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു വശം മെയിൻ റോഡാണ്. നിരവധി അക്രൈസ്തവരായ സഹോദരങ്ങൾ, ഓട്ടോ തൊഴിലാളികളൊക്കെ വന്ന് കൂട്ടമായി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ഇവളിങ്ങനെ തൊട്ട് മുൻപിലത്തെ കസേരയിലാണ് ഇരിക്കുന്നത്. പ്രസംഗത്തിൽ രക്തത്തെക്കുറിച്ചും കാൽവറിയിലെ രക്തത്തിന്റെ ജയത്തെക്കുറിച്ചും സംസാരിച്ചു വരുമ്പോൾ ഇവൾ മുട്ട് നിലത്തോട്ട് കുത്തി, ആ വീടിന്റെ വലിയ ഒരു മുറ്റമാണ്, ആ മുറ്റത്തോട്ട് മുട്ടുകുത്തി നിന്നിട്ട് രണ്ട് കൈ കൊണ്ട് മണല് വാരി പരിസരങ്ങൾ മുഴുവൻ എറിയാൻ തുടങ്ങി. ആളുകൾ എഴുന്നേറ്റു, കൂട്ടം എഴുന്നേറ്റ്. യോഗത്തിൽ ശ്രദ്ധ മാറി. ജനങ്ങൾ മുഴുവൻ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അടുത്തു.
അപ്പോഴേക്കും തലമുടി അഴിച്ചിട്ട് ഒരു ഭ്രാന്തിയെ പോലെ സമനില തെറ്റി സമചിത്തത തകർന്ന് അവൾ വൈകാരിക വിക്ഷോഭത്തിൽ അലറുകയാണ്. ഒരു പാമ്പ് എങ്ങനെ പത്തി വിരിച്ചാടുമോ അങ്ങനെ ഇവൾ തലകൊണ്ട് വല്ലാതെ ആടുകയാണ്. അപ്പോഴേക്കും നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു രംഗമുണ്ടായാൽ കൺവെൻഷന്റെ അന്തരീക്ഷം മുഴുവൻ പോവും. എല്ലാവരും എഴുന്നേറ്റു. ഞങ്ങൾ ദൈവദാസന്മാർ കൂട്ടമായി സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഈ സഹോദരിക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുകയും ഇവൾ ബോധരഹിതയായി നിലത്ത് വീണു. അവളെ നമ്മുടെ സഹോദരിമാർ, കർത്തൃദാസന്മാരുടെ ഭാര്യമാരെടുത്ത് അകത്തോട്ട് കൊണ്ടുപോയി കിടത്തി. ദൈവത്തിന് സ്തോത്രം. ശാന്തമായി ശുശ്രൂഷ തുടർന്നു. പ്രസംഗം കഴിഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇവൾ ചിരിക്കുന്ന മുഖത്തോടുകൂടെ ഇരിക്കുകയാണ്. ഇവൾ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ മുഖം വികൃതമായിരുന്നു, വിവർണമായിരുന്നു. ആ മുഖത്ത് എന്തോ വിഷാദം തളം കെട്ടി നിന്നിരുന്നു. അവളുടെ മുഖം ആകെ വിരൂപമായിരുന്നു. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഇവളുടെ മുഖം വളരെ സന്തോഷത്തോടെ പ്രശോഭിക്കുന്നതാണ് കാണുന്നത്. അവൾ പറഞ്ഞ വാചകം ഇങ്ങനെയാ: പാസ്റ്ററെ, എൻ്റെ 13ാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തൊട്ട് മുൻപിൽ ഉള്ള ഒരു ആരാധനാ കേന്ദ്രത്തിലെ വിളക്ക് കൊളുത്തുന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ പുറകിലെന്തോ അനങ്ങുന്നത് പോലെ തോന്നി. പുറകോട്ട് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച, മാനമുട്ട നിൽക്കുന്ന ഒരു സ്ത്രീ രൂപം. വായിലൂടെ ചോര ഒഴുകുന്നു. ദംഷ്ട്രങ്ങൾ പോലെ പല്ലുകൾ പുറത്തേക്ക് കാട്ടിയിരിക്കുന്നു. 2 കൈയിലും ആയുധം ധരിച്ചിരിക്കുന്നു. അതോടെ എൻ്റെ സമനില തെറ്റി ഞാനൊരു ഭ്രാന്തിയായി മാറി. മാനസിക രോഗാശുപത്രിയുടെ പടികൾ കയറിയിറങ്ങി. അവസാനം ആരോ പറഞ്ഞു, ഇവിടെ ഒരു സുവിശേഷ യോഗം നടക്കുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ച് ഈ യോഗത്തിന് കൊണ്ടുവന്നു. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആമുഖമൊന്നും പറഞ്ഞപ്പോൾ ഒന്നും ഉണ്ടായില്ല. എന്നാൽ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടയ്ക്കകത്ത് കിടന്ന് പാമ്പ് ചലിക്കുന്നത് പോലെ എൻ്റെ അകത്ത് കിടന്ന് എന്തോ ചലിക്കുന്നത് എനിക്ക് തോന്നി. പിന്നെ നടന്നതൊന്നും എൻ്റെ സ്വയം ഞാൻ ചെയ്തതല്ല. പക്ഷെ നിങ്ങൾ ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടുപ്പൂരി പോകുന്നത് പോലൊരു ശക്തി എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത സമാധാനം ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചറിയുകയാണ്. ഞാൻ സ്വതന്ത്രയായി. ഒന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിന്റെ വാഗ്ദത്തത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ചിലതിന്മേൽ എൻ്റെ ദൈവത്തിന്റെ ബലമുള്ള കരം ഇന്ന് പകൽ ഉയരുകയും ആത്മലോകം ഇന്ന് പകൽ നിനക്ക് വേണ്ടി സജ്ജമാകുകയും ദൈവത്തിന്റെ വിശിഷ്ട ദൂതന്മാർ ചിലർ ഇറങ്ങി വന്ന് ഈ വിഷയത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കുകയും ചെയ്യത്തക്ക വിധം ഒരു ദൈവപ്രവൃത്തി നടക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിങ്ങളുടെ കൺമുൻപിൽ കണ്ട 2 ചിത്രങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വരച്ചു വെച്ചുകൊണ്ട് ഇവിടെ ചില വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. 1, അഭൂതലോകം യാഥാർത്ഥ്യം. 2, ആത്മലോകത്തിൽ ദൂതലോകം യാഥാർത്ഥ്യം. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ കനത്ത യുദ്ധം നടക്കുകയാണ്. ഇന്ന് പകൽ ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഇത് കൺമുൻപിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥനയിൽ പോരാടാൻ. നിന്റെ ശുശ്രൂഷയ്ക്കും നിന്റെ ആരാധനയ്ക്കും നിന്റെ ദൈവകൃപയ്ക്കും എതിരെ യുദ്ധം ചെയ്യുന്ന ഈ 2 രാജ്യങ്ങൾ ഇവിടെ നിന്ന് യുദ്ധം ചെയ്യുകയാ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കൈകെട്ടിയിരിക്കുന്നവരാകരുത്. ഈ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് സ്വർഗത്തിന്റെ മിലിറ്ററിയോട് കൽപ്പിക്കുവാൻ പ്രാർത്ഥനയുടെ അധികാരം ഏറ്റെടുത്തു വാങ്ങുന്ന ദൈവമക്കളായി ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നാഥന്റെ കരം ഈ വിഷയത്തെ തൊടുന്ന പകലായി പകൽക്കാലം തീരണം. ഞാൻ ഇന്ന് പകൽ സമയം പറയട്ടെ, യേശുവിന്റെ നാമം എന്ന് നിന്റെ വാ തുറന്ന് നീ ഉച്ചരിക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ദൈവിക വിടുതൽ ബലത്തോടെ വ്യാപരിക്കുകയാ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഈ പകൽ കൈവച്ച് കൽപ്പിക്കുവാൻ നിന്റെ നാവിൽ അധികാരം ചലിക്കുന്നു. ഈ പകൽ അധികാരത്തോടെ നിന്റെ അധരം ഉപയോഗിക്കാൻ ദൈവാത്മാവ് നിന്നെ നിർബന്ധിക്കുന്നു. ഇന്ന് പകലത്തെ യോഗം കഴിഞ്ഞ് നീ വീട്ടിലെത്തുന്നതിന് മുൻപ് നിന്റെ വിഷയത്തിന്മേൽ ചില ദൈവപ്രവർത്തികൾ നടക്കുമെന്ന ബോധ്യത്തോടെ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനയിൽ ചലിച്ചു തുടങ്ങട്ടെ, പ്രാർത്ഥനയിൽ ചലിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കണം, 2 രാജ്യം. ഏതൊക്കെ രാജ്യം? 1 സാത്താന്യ രാജ്യം, 2 ദൈവരാജ്യം. സാത്താന്യ രാജ്യത്തിന് മറ്റൊരു പേര് കൂടെ പുതിയ നിയമം നൽകുന്നുണ്ട്, ഇരുട്ടിന്റെ അധികാരം. എന്നാൽ ദൈവരാജ്യത്തിന് മറ്റൊരു പേര് കൂടെ പുതിയ നിയമം നൽകുന്നുണ്ട്. എന്താ? സ്നേഹസ്വരൂപനായ
തന്റെ പുത്രന്റെ രാജ്യം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇവിടെ കനത്ത യുദ്ധം നടക്കുക. സ്തോത്രം. യുദ്ധമേഖലയിൽ നിൽക്കുന്ന പടയാളികൾ ഉറങ്ങാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യുദ്ധമേഖലയിലാണെങ്കിൽ നീ ആത്മീയ പോരാട്ടത്തിൽ തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകരത തിരിച്ചറിയണം, അതിവിടെ തിരിച്ചറിയണം. ഇതൊരു സാധാരണ യുദ്ധമല്ല. ആത്മലോകത്തിലെ പൈശാചിക താവളത്തിൽ പ്രവർത്തിക്കുന്ന സാത്താന്യ ഭൂതഗണങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദൈവരാജ്യത്തിലെ ആത്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ദൈവദൂതഗണങ്ങളുണ്ട്. അതിൽ ദൈവദൂതഗണങ്ങളിൽ പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി ഒരു ദൂതൻ വർത്തിക്കുമ്പോൾ അനുചരന്മാരായ ഒരു വലിയ പറ്റം ദൂതന്മാർ അവരോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആശയവിനിമയത്തിന് വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കുന്ന പ്രത്യേകതരം ദൂതന്മാർ ഇതിനകത്തുണ്ട്. ഇത് കാണാൻ കണ്ണു തുറക്കുന്ന ദൈവമക്കൾക്ക് പ്രാർത്ഥന അതരചർവണമല്ല, പ്രാർത്ഥന ഭാഷയുടെ നയാഗ്ര പ്രവാഹമല്ല, പ്രാർത്ഥന വാക്കുകളുടെ കുത്തൊഴുക്കല്ല, പ്രാർത്ഥന വാക്യങ്ങളുടെ ഉദ്ധരണിയല്ല, പ്രാർത്ഥന വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലലല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് പാതാള ശക്തികൾക്ക് നേരെ നിന്റെ ആത്മാവിന്റെ അധികാരം ഉപയോഗിക്കുന്ന തലമാണ് പ്രാർത്ഥന. അത് ഇന്നത്തെ ആരാധനയിൽ തുടക്കം കുറിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥന തുടങ്ങുന്ന പകലായി പകൽ തീരട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇത് ആളത്വമുണ്ട്. എന്താ ആളത്വം? ബുദ്ധി, ഇച്ഛ, വികാരം, ചിന്ത, തീരുമാന ശക്തി ഇവ ഒരുപോലെ ഒരു വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നാൽ അതിനെ ആളത്വം എന്ന് പറയാം. എന്തൊക്കെ വേണം? ബുദ്ധി വേണം, ഇച്ഛ വേണം, ചിന്ത വേണം, തീരുമാന ശക്തി വേണം. ഇവ ഒരു വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നാൽ അത് ആളത്വമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ആളത്വമുണ്ട്. റോബോട്ടുകളല്ല, റിമോട്ട് അനുസരിച്ച് ചലിക്കുന്ന പ്രതിമകളല്ല. ദൈവത്തിന്റെ ദൂതന്മാർക്ക് ആളത്വമുണ്ട്. സ്തോത്രം. ചില പ്രത്യേക കൃത്യ നിർവഹണത്തിനായി ദൈവത്തിന്റെ ദൂതന്മാരെ ഈ പ്രകൃതിയിൽ ദൈവം നിയോഗിച്ചു വച്ചിരിക്കുന്നു. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ കരം അവറ്റകളെ നിയന്ത്രിക്കാൻ പ്രകൃതിയിൽ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്? കൊടുങ്കാറ്റിന്റെ ദിശ നിയന്ത്രിക്കാൻ ദൈവം ബൈബിളിൽ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ഇരമ്പി ഉയരുന്ന കടൽ തിരമാലകളുടെ അതിർത്തി നിർണയിക്കാൻ ദൈവം ദൂതന്മാരെ ഇവിടെ ആക്കിയിട്ടുണ്ട്. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ താപത്തെ പരിധിക്കപ്പുറം വിടാതെ നിയന്ത്രിക്കാൻ സൂര്യനിൽ നിൽക്കുന്ന ദൂതന്മാരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. കടൽ ഇരമ്പി ഉയർന്ന് സുനാമി ദുരന്തമായി കരയെ നക്കിത്തുടയ്ക്കാതിരിക്കാൻ ജലത്തിനകത്ത് ദൂതന്മാരെ ദൈവം ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് റഷ്യക്ക് വേണ്ടിയും അമേരിക്കയ്ക്ക് വേണ്ടിയും അല്ല. പ്രാർത്ഥിക്കുന്ന ഒരുപക്ഷെ ദൈവമക്കൾ ഇവിടെയുണ്ട്. അവരിവിടുന്ന് പോകുന്നത് വരെ ഈ കാലാവസ്ഥയെ തകിടം മറിക്കാൻ പൈശാചിക ശക്തികളെ അനുവദിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാർ ഈ പ്രകൃതിയുടെ പുറകിൽ തന്നെ പ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് ഞാൻ വരാം. സ്തോത്രം. അതിലുപരി വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ പകൽ ഓർപ്പിച്ചതാണ്, സാത്താൻ അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവൻ അലറുന്നു, ഇവൻ വിഴുങ്ങുന്നു, അവൻ നടക്കുന്നു. ആളത്വമുണ്ട്. ഓർക്കണേ, ഇത് ഭാവനയല്ല. ഇലക്ട്രിസിറ്റിക്ക് ആളത്വമില്ല. അത് ഷോക്കേറ്റാൽ ആള് മരിക്കും, അത് പിന്നെ അനുദപിക്കില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇതിന് ആളത്വമുണ്ട്. അത് അലറുന്നു, അത് നടക്കുന്നു, അത് ബന്ധിക്കപ്പെടുന്നു. തിരുവെഴുത്തിൽ വെളിപ്പാട് പുസ്തകം തെളിവാണ്. അങ്ങനെയാണെങ്കിൽ ഇവറ്റകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവന് ഒരാസ്ഥാന തലമുണ്ട്. ആ ആസ്ഥാന തലം 3-ാം സ്വർഗത്തിലല്ല, എന്നാൽ ആകാശമണ്ഡലത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി എന്നാണ് എഫേസ്യർ 2:1 ഇവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ അയറയുടെ അധികാരിയാണ്. കരമുയർത്തി സ്തോത്രം പറയാമോ? ഇവിടെ നിർത്താൻ തുടങ്ങുന്നു. ശ്രദ്ധിക്കുക. ഇവൻ അയറയുടെ അധികാരിയാണ്. 3-ാം സ്വർഗത്തിന് മുകളിൽ കയറിച്ചെന്ന് ദൈവവുമായി ആശയവിനിമയം നടത്താൻ ഇവന് പ്രത്യേകം അനുവാദമുണ്ട്. സ്തോത്രം. ഇവന്റെ ആസ്ഥാനം എവിടെയാണ്? ഇവന്റെ ആസ്ഥാനത്തെ സംബന്ധിച്ച് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എഫേസ്യർ 6:12 എന്നാൽ ഇവൻ എവിടെ വരെ കയറി ചെല്ലാൻ കഴിയും? വായിച്ചാട്ടെ.
ഇയ്യോബിന്റെ പുസ്തകം 2:1-2 പെട്ടെന്ന് വായിച്ചു വിടാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 2:1-2. ആ, ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവന്റെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അങ്ങനാണെങ്കിൽ ഈ പൈശാചിക ശക്തി ഭക്തിയോടെ ജീവിക്കുന്ന ദൈവമക്കളെ ഉന്നം വെച്ചുകൊണ്ട് അന്ധകാര ശക്തികൾ ദൈവസിംഹാസനത്തിന് മുൻപിൽ വരെ എത്തും, ദൈവിക അനുവാദത്തോടുകൂടെ. വായിച്ചാട്ടെ. യഹോവ സാത്താനോട്, അപ്പോൾ സാത്താന്യ ദൂതഗണങ്ങൾ ചിലർ കയറി ചെന്നാൽ ദൈവത്തിന്റെ ദൂതഗണങ്ങൾക്ക് പോലും ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ ആൾമാറാട്ടം നടത്തി നിൽക്കാൻ പ്രത്യേകം ശക്തിയുണ്ട്. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവന്റെ ആൾമാറാട്ടത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ ഓർക്കണം, സ്തോത്രം, പുല്ലിനിടയിൽ പാമ്പ് പോലെ ആയിരിക്കും അവന്റെ വരവ്. ഒരിക്കലും മുന്നറിയിപ്പ് നൽകി ഇമെയിലോ ടെലഗ്രാമോ ടെലഫോണോ ഒന്നും ചെയ്തുകൊണ്ടായിരിക്കയില്ല. പുല്ലിനിടയിൽ പാമ്പ് പോലെ ആയിരിക്കും അവന്റെ വരവ്. അവൻ വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച് കയറിയാൽ അവനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം. എന്താ വെളിച്ച ദൂതൻ? വെളിച്ച ദൂതൻ നല്ല ദൂതനാണ്. ആ നല്ല ദൂതന്റെ വേഷം ധരിച്ചവൻ കയറും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അത് ശരിക്ക് തിരിച്ചറിയണം. ഇത് ആത്മലോകത്തിൽ പറയുകയാണ്. ഗബ്രിയേൽ ദൂതൻ, മീഖായേലും ഒക്കെയുള്ള സാന്നിധ്യത്തിൽ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയേൽ 10 പരാമർശനം അത് പറഞ്ഞു നിർത്താം. ഞാൻ എഴുതിയിരിക്കുന്നത്, ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ മറുപടി പുറപ്പെട്ടു. പക്ഷെ പാർസി ദേശത്തിന്റെ പ്രഭു കഴിഞ്ഞ 21 ദിവസം ഞങ്ങളോട് എതിർത്തു നിന്നു. പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായി മീഖായേൽ ഞങ്ങളെ സഹായിപ്പാൻ വന്നു. ഞാൻ അവനെ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്നറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണേ. ലോകചരിത്രത്തിലെ 2ാം ലോകൈക്യ സാമ്രാജ്യമായ മേദ്യ പാർസ്യൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ലീഡറായ പാർസിയുടെ പ്രഭു ശൂശൻ രാജധാനിയിൽ സിംഹാസനത്തിലുണ്ട്. എന്നാൽ ആകാശത്തെ ക്രോസ് ചെയ്ത് പറന്നിറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, പറന്നിറങ്ങി വരുമ്പോൾ പാർസി ദേശത്തിന്റെ പ്രഭു ഇതാ ലിറ്ററലായിട്ട് അവിടെ നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്നാ? ഈ ഭൂമിയിൽ ഒരു ഭരണാധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് സിംഹാസനാരൂഢനാകുമ്പോൾ അവന്റെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള രാജ്യതന്ത്ര ശക്തിയുള്ള ഒരു പൈശാചിക പ്രതിനിധിയെ ആ ഭൂവിഭാഗത്തിന് മുകളിൽ സാത്താൻ അപ്പോയിന്റ് ചെയ്തു വയ്ക്കും. സ്തോത്രം. ഇവിടെയാണ് ദൈവമക്കൾ ആഴത്തിൽ ഗ്രഹിക്കേണ്ടത്. ഇവൻ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യും. എപ്പോൾ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യും? ഞാൻ പുറപ്പെട്ട ശേഷം യവന പ്രഭു വരും. അങ്ങനെയാണെങ്കിൽ മേദ്യ പാർസ്യ സൈന്യത്തിന്റെ ഘട്ടം കഴിഞ്ഞ് യവനാധിപത്യം ആരംഭിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള മറ്റൊരു പൈശാചിക പ്രതിനിധികളെ സാത്താൻ ആ ഭൂവിഭാഗത്തിന് മുകളിൽ വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ദൈവമക്കൾ തിരിച്ചറിയണം, അംഗീകരിച്ചാലും അവഗണിച്ചാലും, കുവൈറ്റിന്റെ മുകളിൽ ഇവിടം ഭരിക്കുന്ന ഭരണാധികാരികളുടെ തലച്ചോറിനെ നിയന്ത്രിക്കത്തക്ക വിധത്തിൽ ആത്മലോകത്ത് വ്യാപരിക്കുന്ന ആത്മജീവികളുണ്ട്. എന്നാൽ അവൻ എത്ര പ്രബലനാണെങ്കിലും താഴെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ കയ്യിൽ പടവാളെടുത്ത് അന്ധകാര ശക്തികൾക്ക് നേരെ 2 രാജ്യങ്ങളുടെ യുദ്ധായുധങ്ങൾ കണകണാരവങ്ങളോടെ ഏറ്റുമുട്ടുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മലോകത്തിൽ ഏറ്റുമുട്ടൽ നടത്തുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് പകൽ ഇങ്ങനെ പറയട്ടെ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൂതന്റെ കരങ്ങൾക്ക് കരുത്ത് വർദ്ധിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുൻപ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന ചിലതിനെ വെട്ടിമാറ്റി നിന്റെ അടുക്കൽ മറുപടി എത്തിക്കാൻ സ്വർഗത്തിന്റെ സൈന്യം സുസജ്ജമാകുകയാണ്.